ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗുരുവിന്റെ ജന്മദേശമായ ചെമ്പഴന്തിയിലും ശിവഗിരിയിലും പരിപാടികൾ സംഘടിപ്പിച്ചു. ഗുരു എഴുതിയ ദൈവദശകം സ്കൂളുകളിൽ പ്രാർത്ഥനാഗീതമായി ഉൾപ്പെടുത്തണമെന്ന് സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിന്റെ 172ാമത് ജയന്തി ദിനം സംസ്ഥാനമൊട്ടാകെ വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ചെമ്പഴന്തിയിലും ശിവഗിരിയിലും പുലർച്ചെ മുതൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി എം ലിജു, അടൂർ പ്രകാശ് എം പി, വി ജോയ് MLA ഉൾപ്പെടെയുള്ളവർ ചടങ്ങിന്റെ ഭാഗമായി. ശങ്കരാചാര്യരെ പിന്തുടർന്ന അസംഖ്യൻ സന്യാസിവര്യരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. മഹർഷി പരമ്പരയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ആ വ്യത്യസ്തതയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് ശിവഗിരി മഠം ആവശ്യപ്പെട്ടു. ഞങ്ങളെ ശിവഗിരി മഠത്തിൽ നിന്നും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ഗുരുദേവന്റെ കൃതികൾ പാഠ്യപദ്ധതിയിൽപ്പെടുത്തണം. ഒരു വിമാനത്താവളത്തിന് ശ്രീനാരായണ ഗുരുവിന്റെ പേര് നൽകുവാൻ ഇന്നത്തെ ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് ശിവഗിരി മഠം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വൈകുന്നേരം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിലും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആഘോഷങ്ങളുടെ ഭാഗമായി ചതയദിന ഘോഷയാത്രകളും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.